നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 തിങ്കളാഴ്ചയാണ്. കന്നി 21 വിവാദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വന്നിരിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് സർക്കാർ. ഇനി ബറ്റാലിയൻ ചുമതല മാത്രമായിരിക്കും അജിത് കുമാറിന് ഉണ്ടാവുക. അപ്പോഴും ഈ നടപടി സംബന്ധിച്ച് ഒരു ജനറൽ ഉത്തരവാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടി, എന്ത് കാരണത്തെ തുടർന്നാണ് ഈ നടപടി എന്നുള്ള കാര്യം ആ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നില്ല. CPI അടക്കം ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊടുവിൽ അജിത് കുമാറിൻ്റെ സ്ഥാനം തെറിക്കുകയാണ്. ഈ വിവാദങ്ങൾക്കൊക്കെയുടെ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകാൻ പോകുന്നു. ഇന്നലെ തന്നെ ഈ നടപടി കണ്ണിൽ പൊടിയിടാനുള്ള നടപടി എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഇന്ന് സഭയിൽ കാണാം എന്നുള്ള നിലപാടും VD സതീശൻ സ്വീകരിച്ചിരുന്നു. ഇന്നത്തെ സഭാ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷം പുതിയ ആയുധവുമായി സഭയിലേക്ക് എത്താൻ പോവുകയാണ്. ഇതടക്കം ഉൾപ്പെടുത്തിയുള്ള 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി. ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി സർക്കാർ ഉത്തരവ്. ഇനി ബറ്റാലിയൻ ചുമതല മാത്രം. മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വീഴ്ചയെന്ന DGP റിപ്പോർട്ട് അംഗീകരിച്ചാണ് സ്ഥാനചലനമെന്ന് വിവരം. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനമാറ്റത്തിൽ നിർണായകമായത് CPI നിലപാട്. CPI സ്ഥലം മാറ്റം സ്വാഗതം ചെയ്യുമ്പോഴും പൊതുസ്ഥലം മാറ്റ ഉത്തരവിലൂടെ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് CPIയിൽ പൊതുവികാരം. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി വിവാദവും മലപ്പുറം പരാമർശവും ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി സണ്ണി ജോസഫ് MLA വിഷയം ഉന്നയിക്കും. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടിയിലും തൃപ്തരാകാതെ പ്രതിപക്ഷം. സസ്പെൻഷനിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല എന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യം. വിഷയം നിയമസഭയിൽ ഉന്നയിക്കും. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദീഖ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. രാവിലെ 11:30 തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെത്താൻ നോട്ടീസ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. സിദ്ദീഖിന് സുപ്രീം കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് മഴ കനത്തേക്കും. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. കന്യാകുമാരി തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിലും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഹരിയാനയിലും ജമ്മുകശ്മീരിലും നാളെ വോട്ടെണ്ണൽ. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ തുടങ്ങും. കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം. ജമ്മുകശ്മീരിൽ തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യത. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട യുവഡോക്ടർക്ക് നീതി തേടിയുള്ള നിരാഹാര സമരം ശക്തമാക്കി ജൂനിയർ ഡോക്ടേഴ്സ്. ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാരിന് നൽകിയ 24 മണിക്കൂർ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഡോക്ടേഴ്സ് നിരാഹാര സമരത്തിലേക്ക് കടന്നത്. ഹമാസ് ഇസ്രയേൽ ആക്രമണത്തിന് 1 വർഷം തികയുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷം. ലെബനനിലും ഗസയിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വാഷിംഗ്ടണിലേക്ക്. ഡൽഹി ലഡാക്ക് ഭവനിലെ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ്ങിന്റെ നിരാഹാര സത്യാഗ്രഹം തുടരുന്നു. ജന്തർ മന്ദറിൽ സമരത്തിനായി അനുമതി തേടിയെങ്കിലും പോലീസ് നൽകിയില്ല. കേന്ദ്രം തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കും വരെ സമരം തുടരുമെന്ന് സോനം വാങ്ചുങ്. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കണ്ണൂർ മമ്പറം പുതിയ പാലം ഇരുട്ടിലായിട്ട് 5 നാൾ. പ്രവർത്തനരഹിതമായ വഴിവിളക്കുകളിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യം. വഴിവിളക്കുകൾ കണ്ണടച്ചതോടെ പാതയിലൂടെയുള്ള രാത്രിയാത്ര ദുരിതപൂർണമെന്ന് പരാതി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും പിന്മാറണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C ബാബു. കൊട്ടാരക്കര സദാനന്ദത്തിൽ നടന്ന ഹിന്ദു ഐക്യവേദി ദക്ഷിണ മേഖല ഭാരവാഹി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ ഓൺലൈൻ രജിസ്ട്രേഷൻ 80,000 നിജപ്പെടുത്തിയതും സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതാക്കുന്നതും അയ്യപ്പ ഭക്തരുടെ താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് വിമർശനം.
കാസർഗോഡ് ബോവിക്കാനം ഇരിയണ്ണി റോഡിൽ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയൊരുങ്ങുന്നു. നവംബർ 2, 3 തീയതികളിലാണ് മത്സരം. കേരള സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. കാസർഗോഡ് ഭീമനടി വെസ്റ്റ് ഏളേരി പഞ്ചായത്തിലെ കാലിക്കടവിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഹൈടെക് പൊതുശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. 1 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച ശ്മശാനമാണ് അടഞ്ഞുകിടക്കുന്നത്. കണ്ണൂർ എരഞ്ഞോളി പുഴയോര പാർക്കിൽ 1 മാസമായി പ്രവർത്തനരഹിതമായ വഴിവിളക്കുകൾ പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിൽ പ്രകാശിച്ചു. എരഞ്ഞോളി പാലം മുതൽ ശ്രീനാരായണ മഠം വരെയുള്ള ഭാഗത്തെ വഴിവിളക്കുകളാണ് പ്രവർത്തനരഹിതമായത്. കണ്ണൂർ തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ച് നഗരസഭാ അധികൃതർ. നഗരസഭാ സെക്രട്ടറി KP സുബൈറിന്റെ നേതൃത്വത്തിലായിരുന്നു പൊളിക്കൽ നടപടി. പാതയോരം കയ്യേറിയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ തടയാൻ നടപടി ഊർജിതമാക്കാൻ തീരുമാനം. തലശ്ശേരി നെടുമ്പോയിൽ പേരിയ മാനന്തവാടി ബാവലി പാതയിൽ വിള്ളൽ രൂപപ്പെട്ടു. അപകടാവസ്ഥയിലുള്ള സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന ആവശ്യം ശക്തം. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് കർണാടകയിലേക്ക് നീളുന്ന പാതയാണ് ഇത്. കണ്ണൂർ ജില്ലയിൽ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പോഷകാഹാര ഫണ്ട് മുടങ്ങിയിട്ട് 4 മാസം പിന്നിടുന്നു. ബുദ്ധിമുട്ടിലായത് ജില്ലയിലെ 7 ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾ. പോഷകാഹാര ഫണ്ട് ഉറപ്പുവരുത്താൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യം. കണ്ണൂർ തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ ഇരിക്കൂർ വലിയ ജുമാ മസ്ജിദിന് സമീപം വിള്ളൽ രൂപപ്പെട്ട റോഡിൽ അറ്റകുറ്റപ്പണി നടത്തി. വിള്ളൽ രൂപപ്പെട്ട ഭാഗം കോൺക്രീറ്റ് നിറച്ച് ബലപ്പെടുത്തി പ്രതലം കോൺക്രീറ്റ് ചെയ്തു. വയനാട് ജില്ലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. 4 മാസത്തിനിടെ ജില്ലയിൽ കടിയേറ്റത് 100-ലധികം പേർക്ക്. സ്വയസുരക്ഷയ്ക്കായി കയ്യിൽ വടികൾ കരുതേണ്ട അവസ്ഥ. തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ കബനി കുടിവെള്ള പദ്ധതി നവീകരണത്തിന്റെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ നിർമ്മാണ ജോലികൾ വൈകുന്നത് ശുദ്ധജല പ്രശ്നം രൂക്ഷമാക്കുന്നു. പൈപ്പ് ലൈൻ ജോലികൾ ഉടൻ പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. ജലക്ഷാമത്തെ തുടർന്ന് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ 100ഓളം വീടുകളാണ് ദുരിതത്തിലായത്. കർഷകർക്കും ക്ഷീരസംഘങ്ങൾക്കും ഉള്ള ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ ക്ഷീരശ്രീ പോർട്ടൽ നിലവിൽ വന്നു. ക്ഷീരസംഘങ്ങളിലൂടെയുള്ള ഓൺലൈൻ പാൽ സംവരണ വിപണനമാണ് പോർട്ടലിലൂടെ ലക്ഷ്യമിടുന്നത്. കാലിത്തീറ്റ വിൽപ്പന, പരാതി പരിഹാരം, അപേക്ഷ സമർപ്പണം, ധനസഹായ വിതരണം തുടങ്ങിയവ പോർട്ടൽ വഴി നടപ്പാക്കും. തിരുവനന്തപുരം പെരുങ്കടവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തത് പ്രതിസന്ധിയാകുന്നു. ദിനംപ്രതി 100ഓളം പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയാണിത്. മതിയായ ഡോക്ടേഴ്സിന്റെ സേവനം ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യം. കാട്ടുപന്നികളുടെയും കുരങ്ങന്മാരുടെയും ശല്യം മൂലം ദുരിതത്തിലായി തിരുവനന്തപുരം പൂവത്തൂർ നിവാസികൾ. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായി പരാതി. ചെല്ലങ്കോട്, ചുടുകാട്ടിൻമുകൾ, കൊശൂർക്കോട് തുടങ്ങിയ മേഖലകളിലാണ് ശല്യം രൂക്ഷമായത്. തിരുവനന്തപുരം കാരോട് ബൈപ്പാസിലെ വെളിച്ചക്കുറവ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ബൈപ്പാസിൽ ഗതാഗതം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും മതിയായ ലൈറ്റുകൾ സ്ഥാപിച്ചില്ല എന്ന് പരാതി. 16 കിലോമീറ്റർ ദൂരത്ത് 6 സ്ഥലങ്ങളിൽ മാത്രമാണ് ലൈറ്റുകൾ ഉള്ളത്. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. പത്തനംതിട്ട ചുങ്കപ്പാറ പൊന്തൻപുഴ റോഡിൽ പാതയോരങ്ങളിലെ അനധികൃത പാർക്കിംഗ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി പരാതി. സെൻട്രൽ ജംഗ്ഷൻ മുതൽ പഴയ തിയേറ്റർ പടി വരെയുള്ള ഭാഗങ്ങളിലാണ് വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത്. പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആവശ്യം. ലഹരിക്കെതിരെ സ്നേഹച്ചങ്ങലയുമായി പാറശാല പോലീസ് സ്റ്റേഷനും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും. സംസ്ഥാന അതിർത്തിയായ കളയിക്കാവിള മുതൽ അമരവിള വരെ സ്നേഹച്ചങ്ങല തീർത്തു. പാറശാല സ്റ്റേഷൻ SHO സജി SS, SI വേലപ്പൻ നായർ, ഹർഷകുമാർ എന്നിവർ നേതൃത്വം നൽകി. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനവകുപ്പ് കാഞ്ഞങ്ങാട് റേഞ്ചിന്റെയും റാണിപുരം വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ റാണിപുരത്ത് ദ്വിദിന പക്ഷി നിരീക്ഷണം, ചിത്രശലഭ സർവേ, ചിത്രരചന ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാഹന പുകപരിശോധനാ രംഗത്ത് പ്രവർത്തിക്കുന്ന വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക വയനാടിനായി മുഖ്യമന്ത്രിക്ക് കൈമാറി. ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. മലപ്പുറം കരിപ്പൂരിൽ കൈത്താങ്ക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചു. മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം തെന്നല ഗ്രാമപഞ്ചായത്ത് ക്ലീൻ തെന്നല പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങൾ ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സെലീന കരിമ്പിൽ ഉദ്ഘാടനം ചെയ്തു.
എറണാകുളം പറവൂർ പട്ടണം കവലയിൽ അണ്ടർപാസ് പണിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എങ്കിൽ നിർമ്മാണം തടയുന്നതുൾപ്പെടെയുള്ള സമരരീതികൾ ആവിഷ്കരിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ 5ാം ദിവസത്തെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ചെറുപുഴ ജോസ്ഗിരിക്ക് സമീപം ജനവാസ മേഖലയിൽ കൂട്ടമായെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടം ആശങ്ക വിതയ്ക്കുന്ന മേഖലയ്ക്ക് സമീപത്താണ് വിനോദസഞ്ചാര കേന്ദ്രമായ തിരുനെറ്റിക്കല്ല്. മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് നാട്ടുകാർ. കണ്ണൂർ ദസറയുടെ ഭാഗമായി ഫ്യൂഷൻ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. ആട്ടം കലാസമിതിയും തൃശൂർ തേക്കിൻകാട് ബാൻഡും ചേർന്നാണ് പരിപാടി ഒരുക്കിയത്. സാംസ്കാരിക സമ്മേളനം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ഗായിക KS ചിത്ര ഏറ്റുവാങ്ങി. ക്ഷേത്രകലാ ഫെലോഷിപ്പ് നർത്തകനും ഗവേഷകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ സമ്മാനിച്ചു. മന്ത്രി OR കേളു പുരസ്കാരങ്ങൾ കൈമാറി. ആലപ്പുഴ ചന്ദരൂർ പുത്തൻതോട്ടിൽ അറവ് മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്ന് പ്രദേശവാസികൾ. മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് തോടിന്റെ നീരൊഴുക്കിനെ സാരമായി ബാധിച്ചു. ആലപ്പുഴ മാന്നാർ വള്ളക്കാലി വീയപുരം റോഡിന്റെ ഇരുവശങ്ങളിലും കാട് കയറി. കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാടുകൾ വളർന്നിരിക്കുന്നു. കാട് വെട്ടിത്തെളിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി താളൂർ നീലഗിരി കോളേജ് സൈക്കോളജി വിഭാഗം തായ്സൈ സൈക്കോളജി ഫെസ്റ്റ് നടത്തി. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ നിന്ന് 300ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് തുടർച്ചയായ 2ാം വർഷവും ഓവറോൾ കിരീടം സ്വന്തമാക്കി. 100 ന്യൂസിൽ ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് ബോട്ട് ഓപ്പറേഷൻ ട്രെയിനി ഒഴിവിൽ നിയമനം നടത്തുന്നു. ഈ മാസം 9 വരെ അപേക്ഷ നൽകാം. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒഴിവിൽ നിയമനം നടത്തുന്നു. യോഗ്യത +2. ഈ മാസം 10 വരെ അപേക്ഷിക്കാം. ആലപ്പുഴ പുലിയൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 15-ന്. ആര്യാട് ഗവൺമെന്റ് VHSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കണക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11:30-ന് സ്കൂൾ ഓഫീസിൽ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള MTech സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 9-ന് കോളേജിൽ എത്തിച്ചേരണം. കൊല്ലം ജില്ലയിലെ ഏഴുകോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രിന്റിംഗ് ഗസ്റ്റ് ലെക്ചർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക് കോളേജ് ഓഫീസിൽ. പെരിങ്കടവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് നഴ്സിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 11-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ പെരിങ്കടവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖം നടക്കും. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ രാവിലെ 9 മണിക്ക് നടക്കും. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഛത്തീസ്ഗഡിലെ അബുജ്മത്തിൽ സൈന്യവും നക്സലുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 22 നക്സലുകൾ കൊല്ലപ്പെട്ടു. ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. 2025 മഹാകുംഭമേളയുടെ ലോഗോ പുറത്തിറക്കി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രയാഗ്രാജിലെത്തിയ ഒരുക്കങ്ങൾ വിലയിരുത്തി. ജനുവരി 14 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുക. ഉത്തർപ്രദേശിൽ കുംഭമേളയുടെ ഭാഗമായി മാംസത്തിനും മദ്യത്തിനും നിരോധനവുമായി ഉത്തർപ്രദേശ് സർക്കാർ. കുംഭമേള നടക്കുന്ന പരിധിയിൽ മാംസത്തിന്റെയും മദ്യത്തിന്റെയും വിൽപ്പനയും ഉപയോഗവും നിരോധിക്കും. സനാതന സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി. അസാമീസ് ഉൾപ്പെടെ 5 ഭാഷകൾക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി കേന്ദ്ര സർക്കാർ. അസാമീസ്, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് എന്നീ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ത്രിപുരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ദലായ് ജില്ലയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ 2 കോടി രൂപ വിലമതിക്കുന്ന യവ ഗുളികകൾ പിടിച്ചെടുത്തു. 4 പേർ അറസ്റ്റിൽ. ചെന്നൈയിൽ വ്യോമാഭ്യാസ പ്രകടനം കാണാൻ എത്തിയ 5 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. കനത്ത ചൂടുമൂലം നിർജ്ജലീകരണം ഉണ്ടായതാണ് മരണകാരണമെന്ന് ഡോക്ടേഴ്സ്. സർക്കാരിനെ കുറ്റപ്പെടുത്തി BJP സംസ്ഥാന ഘടകം.
5 പേരുടെ ജീവന് സ്റ്റാലിൻ മറുപടി പറയണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വൻ സ്ഫോടനം. കറാച്ചി വിമാനത്താവളത്തിന് സമീപം ടാങ്കർ പൊട്ടിത്തെറിച്ചു. പാക് വ്യോമസേനയുടെ എണ്ണ ടാങ്കറാണ് പൊട്ടിത്തെറിച്ചത്. അട്ടിമറിയെന്ന് സംശയം. VVIP വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ചതായി പാക് മാധ്യമങ്ങൾ. ഇസ്രയേലിലെ ബസ് സ്റ്റേഷനിൽ വെടിവെപ്പ്. യുവതി കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ പോലീസ് സംഘം വെടിവെച്ചു കൊന്നു. ആക്രമണമുണ്ടായത് ബീർഷബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ. ലെബനന് സഹായവുമായി യൂണിസെഫ് 25 ടൺ വൈദ്യസഹായം നൽകി. ബെയ്റൂട്ടിലെ റാഫിക് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ ലെബനീസ് പൊതുജനാരോഗ്യമന്ത്രി ഫിറാസ് അബിയാദിന് വൈദ്യസഹായം കൈമാറി. ലെബനനിലേക്ക് 22 ടൺ മാനുഷിക സഹായം അയച്ച ഈജിപ്ത്. വരും നാളുകളിലും ലെബനനിലുള്ള സഹായ വിതരണം തുടരുമെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് സമാധാനത്തിനായി അഭ്യർത്ഥിച്ച് വികാരാധീനായി ലെബനീസ് ബിഷപ്പ് മൗനിർ ഖരല്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും സമാധാനം ആഗ്രഹിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് ലെബനീസ് ബിഷപ്പ്. ബംഗ്ലാദേശിലെ കറൻസി നോട്ടുകളിൽ നിന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കാൻ നീക്കം തുടങ്ങി ഇടക്കാല സർക്കാർ. പുതുതായി അച്ചടിക്കുന്ന നോട്ടുകളിൽ ഇനി ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഉണ്ടായിരിക്കില്ല. ഘട്ടം ഘട്ടമായി മാറ്റം പ്രാബല്യത്തിൽ വരുത്താനാണ് നീക്കം. തായ്വാനിൽ ക്രാത്തോൺ ചുഴലിക്കാറ്റിൽ 12 ദശലക്ഷം $US കാർഷിക നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ. ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് കയോസിയോങ് സിറ്റിയിൽ. 200ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ഫ്രാൻസിൽ കത്തിയാക്രമണം. കൗമാരക്കാരനെ കുത്തിക്കൊന്നു. 50ഓളം മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയെന്ന് പോലീസ്. സംഭവം മാർസയിൽ. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ്. ഈ മാസം 17 വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി. ബ്ലോസം ഗ്ലോ, റോക്ക് ബ്ലാക്ക് എന്നീ കളറുകളിൽ ലഭ്യമാകും. ലോഞ്ച് ചെയ്യാനൊരുങ്ങി ഓപ്പോ ഫൈൻഡ് X8. ആഗോള വിപണിയിൽ ഈ മാസം 9 അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ടാറ്റ നാനോ ഇലക്ട്രിക് അടുത്ത വർഷത്തോടെ വിപണിയിലെത്തുമെന്ന് റിപ്പോർട്ട്. 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകൾ കാറിൽ ഉൾപ്പെടുത്താൻ സാധ്യത. പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ സുസുക്കി പുതിയ സൂപ്പർ ബൈക്ക് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. സുസുക്കി GSX 8R-ന് 9.25 ലക്ഷം രൂപയാണ് വില. കായിക വാർത്തകൾ. ബ്രസീലിന്റെ ഈ മാസത്തെ ലോകയോഗ്യതാ മത്സരങ്ങളിൽ വിനീഷ്യസ് ജൂനിയർ പിന്മാറി. പരിക്ക് മൂലമാണ് വിനീഷ്യസിന്റെ തീരുമാനം. ജർമ്മൻ താരം കൈ ഹവാർഡ്സിന് പരിക്ക്. ഈ മാസത്തെ യുവേഫ നേഷൻസ് മത്സരങ്ങൾ നഷ്ടമാകും. ബോസ്നിയ, നെതർലാൻഡ്സ് ടീമുകൾക്കെതിരെയാണ് ജർമ്മനിയുടെ മത്സരങ്ങൾ. വിയറ്റ്നാമിനെതിരായ സൗഹൃദ മത്സരത്തിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. മോഹൻ ബഗാൻ വിട്ടുനിൽക്കാത്തതിനാൽ മലയാളി സഹൽ അബ്ദുൽ സമദ് ടീമിലില്ല. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി ദേവപർവം മൂവീസിന്റെ ബാനറിൽ ക്യാപ്റ്റൻ വിജയ് സംവിധാനം ചെയ്യുന്ന കിട്ടിയോൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ നിർമ്മാതാവ് അശ്വിനി കുമാർ പോസ്റ്റർ റിലീസ് ചെയ്തു. നവംബർ അവസാന വാരത്തിൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങും. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന മാർക്കോ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിൽ എത്തുന്ന ചിത്രം 5 ഭാഷകളിലാണ് പുറത്തിറങ്ങുന്നത്. ആസിഫ് അലി ചിത്രം ആഭ്യന്തര കുറ്റവാളിയുടെ ചിത്രീകരണം പൂർത്തിയായി. നവാഗതനായ സേതുനാഥ് പത്മകുമാറാണ് തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. രജനീകാന്ത് ചിത്രം വെട്ടയ്യന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി. ചിത്രം ഈ മാസം 10 തിയേറ്ററുകളിൽ. രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. ഷൈൻ ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി MA നിഷാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ബോംബെ, ഹൈദരാബാദ്, വാഗമൺ, കുട്ടിക്കാനം, കോട്ടയം എന്നിവിടങ്ങളിലായി പൂർത്തിയായി. 33 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രജനീകാന്തും മണിരത്നവും വീണ്ടും ഒന്നിക്കുന്നു. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഡിസംബർ 12 രജനീകാന്തിന്റെ പിറന്നാൾ ദിവസം ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകൾ.
ടി ദാമോദരന്റെ രചനയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1980 പുറത്തിറങ്ങിയ ചിത്രം മീൻ റീ റിലീസിന് ഒരുങ്ങുന്നു. ജയൻ, മധു, സീമ, ശ്രീവിദ്യ, അടൂർ ഭാസി, ശങ്കരാടി, അംബിക, ബാലൻ കെ നായർ, ലാലു അലക്സ് തുടങ്ങിയ താരനിര അണിനിരന്ന ചിത്രമായിരുന്നു ഇത്. വൈറൽ ട്രെൻഡ്സ്. ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള മിസൈൽ വിക്ഷേപിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ 2017 സിറിയൻ വിമത ഗ്രൂപ്പായ ആർമി ഓഫ് ഗ്ലോറി ബാഷർ അൽ അസദിന്റെ സേനയ്ക്ക് നേരെ മിസൈൽ വിക്ഷേപിക്കുന്ന ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. ന്യൂസിലാൻഡിൽ ഭൂചലനം 5.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ഡൽഹിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 100 കിലോഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. പ്രതി അറസ്റ്റിൽ. രാജസ്ഥാനിൽ കാണാതായ 2 വിദ്യാർത്ഥികളെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിന് സമീപമുള്ള വാട്ടർ ടാങ്കിനുള്ളിൽ. ഉത്തർപ്രദേശിൽ മെഡിക്കൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മേഘാലയയിൽ മണ്ണിടിച്ചിൽ മരിച്ചവരുടെ എണ്ണം 15ആയി ഉയർന്നു. ഭോപ്പാലിൽ പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. രാജസ്ഥാനിൽ കെട്ടിടത്തിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം.